ജില്ലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFന് സമ്പൂർണ്ണ വിജയം. പള്ളത്ത് BJPയുടെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തത് ഇടതിന് ഇരട്ടി നേട്ടം. പാവറട്ടി പഞ്ചായത്തിന്റെ തീരദേശ മേഖലയിൽ ശുദ്ധജലക്ഷാമം രൂക്ഷമായി. പുഴയിൽ നിന്ന് ഉപ്പുവെള്ളം കയറാതിരിക്കാനുള്ള സ്ലൂയിസുകൾ അടയ്ക്കാത്തതാണ് പ്രതിസന്ധിയായത്. തീരമേഖലയുടെ സ്വന്തം വിളയായ പൊട്ടുവെള്ളരി ദേശസൂചക സംരക്ഷണ പദവിയിലേക്ക്. കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി എന്ന പേരിൽ തനത് ജൈവ ബ്രാൻഡ് ഒരുക്കാനുള്ള ഉദ്യമങ്ങൾക്ക് തുടക്കമായി. കടകോട് മണ്ടംപറമ്പ് മേഖലയിൽ കുരങ്ങന്മാരുടെ ശല്യം രൂക്ഷമായി. കാട് വിട്ടിറങ്ങിയ വാനരന്മാർ നാട്ടുകാരെ വലയ്ക്കുന്നു. പിതാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ മകന് 7 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും. കടപ്പശ്ശേരി സ്വദേശി ദീപുവിനെയാണ് ഇരിങ്ങാലക്കുട കോടതി ശിക്ഷിച്ചത്. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. ജില്ലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFന് സമ്പൂർണ്ണ വിജയം. പറപ്പൂക്കര പഞ്ചായത്തിലെ പള്ളം വാർഡ് LDF പിടിച്ചെടുത്തു. 161 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ LDF സ്ഥാനാർത്ഥി PJCB വിജയിച്ചു. BJPയുടെ സിറ്റിംഗ് സീറ്റായിരുന്നു ഇത്. കഴിഞ്ഞ തവണ 3ാം സ്ഥാനത്തായിരുന്നു LDF. LDF 571, BJP 410, UDF 277 എന്നിങ്ങനെയാണ് സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ച വോട്ട്. കോൺഗ്രസിലെ തമ്മിലടിയും SNDP BDJS സ്വാധീനവുമെല്ലാം BJPക്ക് തുണയായെങ്കിലും തപാൽ ജീവനക്കാരിയായിരുന്ന സിബിയുടെ പൊതുബന്ധം വിജയത്തിന് ഗുണം ചെയ്തുവെന്നാണ് LDFന്റെ അവകാശവാദം. നിലവിൽ പഞ്ചായത്ത് ഭരണസമിതിയിൽ LDFന് 10 അംഗങ്ങളാണുള്ളത്. LDF നേതൃത്വം നൽകുന്ന ഭരണസമിതിയിൽ കോൺഗ്രസിന് 6ഉം BJPക്ക് 2 അംഗങ്ങളുമാണ് ഉള്ളത്. കുന്നംകുളം കടവല്ലൂർ പഞ്ചായത്ത് കോടത്തുകുണ്ട് 5ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFന് വിജയം. CPM സ്ഥാനാർത്ഥി KV രാജൻ 149 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് സിറ്റിംഗ് സീറ്റ് നിലനിർത്തി. കഴിഞ്ഞ തവണ 137 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് LDFനുണ്ടായത്. ആകെ പോൾ ചെയ്ത 1071 വോട്ടുകളിൽ 564 വോട്ടുകൾ LDF നേടിയപ്പോൾ UDF 415 വോട്ട് നേടി. വാർഡിൽ ആദ്യമായി മത്സരത്തിനിറങ്ങിയ BJP 90 വോട്ടും അപര സ്ഥാനാർത്ഥി 2 വോട്ടുമാണ് നേടിയത്. 184 കന്നി വോട്ടർമാരാണ് ഇത്തവണയുണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ UDFന് 374ഉം LDFന് 508 വോട്ടുമാണ് ലഭിച്ചത്. സാമ്പത്തിക ക്രമക്കേടിൽ സിറ്റിംഗ് അംഗത്തെ അയോഗ്യനാക്കിയതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. സിറ്റിംഗ് സീറ്റ് നിലനിർത്തിയ സ്ഥാനാർത്ഥിയെ TK വാസു, ഏരിയ സെക്രട്ടറി MN സത്യൻ എന്നിവർ ഹരാർപ്പണം നടത്തി. പിന്നീട് പ്രവർത്തകർ മേഖലയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 121 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ LDF സ്ഥാനാർത്ഥി P ഗിരീഷ് വിജയിച്ചു. LDF 477 വോട്ട് നേടിയപ്പോൾ 356 വോട്ട് നേടി BJP സ്ഥാനാർത്ഥി ശ്രീകാന്ത് 2ാം സ്ഥാനത്തെത്തി. 307 വോട്ട് നേടിയ UDF സ്ഥാനാർത്ഥി സജീവ് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 2015-ൽ LDFന് 97 വോട്ട് ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത്. പഞ്ചായത്ത് ഭരണം LDF നിലനിർത്തി. ഇരിങ്ങാലക്കുട നഗരസഭയിലെ 2ാം വാർഡ് ബംഗ്ലാവ് CPI നിലനിർത്തി. CPI സ്ഥാനാർത്ഥി KM കൃഷ്ണകുമാർ 583 വോട്ടുകൾ നേടി വിജയിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി TO ഫ്ലോറൻ 498 വോട്ടുകളും BJP സ്ഥാനാർത്ഥി പ്രവീൺ ഭരതൻ 187 വോട്ടുകളുമാണ് നേടിയത്. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് 14ാം വാർഡ് യത്തീംഖാന CPM സ്ഥാനാർത്ഥി P നിർമ്മലാദേവി 558 വോട്ടുകൾ നേടി വിജയിച്ചു. INC സ്ഥാനാർത്ഥി ഷാജില ബാദുഷ 215ഉം BJP സ്ഥാനാർത്ഥി സുനന്ദ 155 വോട്ടുകൾ നേടി. സംസ്ഥാനത്ത് 39 വാർഡുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDF 22ഉം UDF 13ഉം BJP 2ഉം സീറ്റുകൾ നേടി. ന്യൂസ് ബ്യൂറോസ് TCV. പാവറട്ടി പഞ്ചായത്തിന്റെ തീരമേഖലയിൽ പുഴയിൽ നിന്നും ഉപ്പുവെള്ളം കയറാതിരിക്കാനുള്ള സ്ലൂയിസുകൾ അടയ്ക്കാത്തത് മൂലം കരഭൂമിയിലേക്ക് ഉപ്പുവെള്ളം വ്യാപിക്കുന്നു. പഞ്ചായത്തിലെ 1, 8, 9 തീരദേശ വാർഡുകളാണ് ഉപ്പുവെള്ളം കയറിയിട്ടുള്ളത്. തീരദേശ മേഖലയിലെ കിണറുകളും കുളങ്ങളും മറ്റ് ജലസ്രോതസ്സുകളുമെല്ലാം ഉപ്പുവെള്ളം കയറി മലിനമായിരിക്കുകയാണ്. ഗുണഭോക്തൃ കമ്മിറ്റിയാണ് സാധാരണയായി സ്ലൂയിസുകൾ കെട്ടാറുള്ളത്. കഴിഞ്ഞ പ്രളയത്തിൽ സ്ലൂയിസുകൾ കെട്ടാനായി ഉപയോഗിച്ചിരുന്ന പലകകളും മറ്റും ഒലിച്ചുപോയത് ഇത്തവണ സ്ലൂയിസുകളുടെ നിർമ്മാണം പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ബന്ധപ്പെട്ട അധികൃതർക്ക് റിപ്പോർട്ട് നൽകിയെങ്കിലും യാതൊരു നടപടിയും ഇതുവരെയും ഉണ്ടായില്ലെന്ന് വാർഡ് മെമ്പർ ശോഭ രഞ്ജിത്ത് പറയുന്നു. ആ പലകകൾ വീണ്ടും പുനഃസ്ഥാപിക്കണമെന്ന് നമ്മൾ ഉദ്യോഗസ്ഥതലത്തിൽ എയുടെ സെക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ അടുത്ത് പറഞ്ഞിട്ടും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നൊരു പോസിറ്റീവ് സമീപനം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിലുണ്ടായിട്ടുള്ള അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ച തന്നെയാണ് ഈ പുളിക്കെട്ട് കെട്ടുന്നതിൽ ഇത്രയും കാലതാമസം വന്നിട്ടുള്ളത്. ശുദ്ധജലക്ഷാമം രൂക്ഷമായി ഇവിടെ കുടിക്കാനും മറ്റാവശ്യങ്ങൾക്കുമുള്ള വെള്ളം വലിയ വില നൽകി വാഹനങ്ങളിൽ എത്തിക്കേണ്ട അവസ്ഥയാണ്. വൃശ്ചിക മാസത്തിൽ പുഴയിൽ നിന്നും ശക്തമായ വേലിയേറ്റമുണ്ടാവുക പതിവാണ്. പുഴയിൽ നിന്നും ഉപ്പുവെള്ളം കരമേഖലയിലേക്ക് കൂടുതലായി വ്യാപിക്കാതിരിക്കാൻ തീരദേശ മേഖലയിലെ സ്ലൂയിസുകൾ എത്രയും പെട്ടെന്ന് കെട്ടണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അടിയന്തര നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ ശുദ്ധജല സ്രോതസ്സുകൾ പൂർണ്ണമായും മലിനമാകുകയും
കൃഷി നശിക്കുകയും ചെയ്യും എന്നാണ് ജനങ്ങളുടെ പരാതി. TCV ന്യൂസ്, പാവറട്ടി. തീരമേഖലയുടെ സ്വന്തം വിളയായ പൊട്ടുവെള്ളരി ദേശസൂചക സംരക്ഷണ പദവിയിലേക്ക്. കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി എന്ന പേരിൽ തനത് ജൈവ ബ്രാൻഡ് ഒരുക്കാനുള്ള ഉദ്യമങ്ങൾക്ക് തുടക്കമായി. കാർഷിക സർവകലാശാലയുടെ ഭൗതിക സ്വത്താവകാശ വിഭാഗം മേധാവി ഡോക്ടർ എൽസിയുടെ നേതൃത്വത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത്. പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് ലഭിക്കുന്ന പേറ്റന്റിന് തുല്യമായ ദേശസൂചക സംരക്ഷണ പദവി ലഭിക്കുന്നതോടെ കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരിക്ക് അന്താരാഷ്ട്ര തലത്തിൽ പോലും വിപണി ലഭിക്കും. ചെന്നൈ ആസ്ഥാനമായുള്ള ഭൗമസൂചക രജിസ്ട്രിയുടെ അംഗീകാരം ലഭിക്കാൻ നിരവധി കടമ്പകൾ കടക്കേണ്ടതുണ്ട്. പ്രാഥമിക പഠനം പൂർത്തിയായ സാഹചര്യത്തിൽ ഇനി പൊട്ടുവെള്ളരിയുടെ ഗുണമേന്മ ശാസ്ത്രീയമായി തെളിയിക്കണം. ഒപ്പം പൊട്ടുവെള്ളരിയുടെ ജനിതക ചരിത്രവും കണ്ടെത്തി രേഖയാക്കേണ്ടതുണ്ട്. തുടർന്ന് വേണം പഠന റിപ്പോർട്ട് സമർപ്പിക്കാൻ. കൊടുങ്ങല്ലൂരിന്റെ സ്വന്തം കൃഷിയായ പൊട്ടുവെള്ളരി ഇപ്പോൾ ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങളിലേക്കും എറണാകുളം ജില്ലയിലും വ്യാപിച്ചിട്ടുണ്ട്. കൊയ്ത്തു കഴിഞ്ഞ പാടത്ത് കാലമേറെയായി നടത്തിവന്നിരുന്ന വേനൽക്കാല കൃഷിയാണ് പൊട്ടുവെള്ളരി. നെൽകൃഷിയില്ലാതായെങ്കിലും മേഖലയിൽ പൊട്ടുവെള്ളരി കൃഷി മുടങ്ങാതെ നടക്കുന്നുണ്ട്. പ്രാദേശിക വിപണിയിൽ ജനപ്രിയമായ പൊട്ടുവെള്ളരി മികച്ച ദാഹശമനിയാണ്. പുതിയ പദവി ലഭിക്കുന്നതോടെ കൊടുങ്ങല്ലൂരിന്റെ വിള ലോകത്തിന്റെ ദാഹമകറ്റും. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. കാടുവിട്ടിറങ്ങിയ വാനരന്മാർ നാട്ടുകാരെ വലയ്ക്കുന്നു. കടങ്ങോട് മണ്ടംപറമ്പിലാണ് കുരങ്ങന്മാരുടെ ശല്യം രൂക്ഷമായിരിക്കുന്നത്. ഒരാഴ്ച മുൻപാണ് മണ്ടംപറമ്പ് കോളനിയിൽ കുട്ടിക്കുരങ്ങന്മാർ ഉൾപ്പെടെയുള്ള വാനര സംഘം എത്തിയത്. കടങ്ങോട് വനത്തിൽ നിന്നും ഇറങ്ങിയ കുരങ്ങന്മാർ ആദ്യം കൗതുക കാഴ്ചയായെങ്കിലും പിന്നീട് നാട്ടുകാർക്ക് വലിയ ശല്യമായി മാറിയിരിക്കുകയാണ്. വീടുകൾക്കുള്ളിൽ കയറുന്ന കുരങ്ങന്മാർ ചോറും കറികളും ഉൾപ്പെടെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയും വാരി വലിച്ചിട്ട് നശിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനു പുറമെ വീടിനുള്ളിൽ വിസർജനം നടത്തി വൃത്തികേടാക്കിയും നാട്ടുകാരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. വാതിലുകളും ജനലുകളും അടച്ചിട്ടാൽ ഓട് പൊളിച്ചാണ് കുരങ്ങന്മാർ അകത്ത് കയറുന്നത്. വീടുകൾക്ക് കേടുപാടുകൾ വരുത്തുന്നത് നിർധനരായ കോളനി നിവാസികളെ ബുദ്ധിമുട്ടിലാക്കുകയാണ്. വീട്ടിൽ എന്തെല്ലാം സാധനങ്ങളുണ്ട് അതൊക്കെ നശിപ്പിച്ചു. 2-3 ദിവസം അടുപ്പിച്ച് വന്നിട്ട് ചെയ്ത പണിയത്. ഒരു സാധനം തിന്നാൻ പറ്റിയില്ല. എല്ലാവർക്കും അതിന്റെ ഗതികേട്. പറമ്പുകളിലെ ഫലവൃക്ഷങ്ങളിൽ കയറി തേങ്ങയും ഇളനീരും അടക്കയും ചക്കയും വൻതോതിൽ നശിപ്പിക്കുന്നുണ്ട്. കുരങ്ങുകൾക്ക് പുറമെ കാട്ടുപന്നികളും മയിലുകളും മേഖലയിൽ വ്യാപകമായി കൃഷിനാശം വരുത്തുന്നു. വനങ്ങളിലെ കായ്വൃക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള സ്വാഭാവിക വനം ഇല്ലാതാക്കി ജലക്ഷാമമുണ്ടാക്കുന്ന അക്വേഷ്യ യൂക്കാലി മരങ്ങൾ വെച്ചുപിടിപ്പിച്ചതാണ് വന്യമൃഗങ്ങൾ കാടുവിട്ടിറങ്ങാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. വനാതിർത്തികളിൽ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക, ചെറുകുളങ്ങൾ നിർമ്മിക്കുക, കർഷകർ ഉൾപ്പെടെയുള്ളവരെ കാട്ടുമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്നും സംരക്ഷിക്കാൻ നടപടി കൈക്കൊള്ളുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPI ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. TCV എരുമപ്പെട്ടി. പിതാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ മകന് 7 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും വിധിച്ചു. കടുപ്പശ്ശേരി സ്വദേശി പുതുവീട്ടിൽ ദീപുവിനെയാണ് ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻ ജഡ്ജി ഗോപകുമാർ ശിക്ഷിച്ചത്. 2015 മെയ് 3-നാണ് പ്രതി പിതാവ് കടുപ്പശ്ശേരി പുതുവീട്ടിൽ കുട്ടനെ മദ്യലഹരിയിൽ വീട്ടിൽ വെച്ച് മർദ്ദിച്ച് അവശനാക്കിയത്. പരിക്കിന്റെ കാഠിന്യത്താൽ ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രിയിൽ വെച്ച് കുട്ടൻ മരണപ്പെടുകയും ചെയ്തു. കേസിൽ 16 സാക്ഷികളെ വിസ്തരിക്കുകയും 20 രേഖകൾ ഹാജരാക്കുകയും ചെയ്തു. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ PJ ജോബി, അഡ്വക്കേറ്റുമാരായ ജിഷ ജോബി, അൽജോ P ആന്റണി, ഗോപുരം, CG ശിശിർ, VSC ദിനൽ എന്നിവർ ഹാജരായി. മാള വടമയിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. മാള മടത്തുമടി കാച്ചിപ്പള്ളി 55 വയസ്സുള്ള ഫ്രാൻസിസ് ആണ് മരിച്ചത്. അഷ്ടമിച്ചിറയിൽ നിന്ന് മാള ഭാഗത്തേക്ക് വരികയായിരുന്ന ഫ്രാൻസിസിന്റെ ബൈക്കിൽ പിന്നിലൂടെ വന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മാള പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വാർത്തയിലേക്ക്. ATM കവർച്ചാ കേസിൽ അറസ്റ്റിലായ 2 പേരെ തെളിവെടുപ്പിന് കൊരട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുഖ്യപ്രതി ഹരിയാനയിലെ ഹനീഫ്, രാജസ്ഥാൻ സ്വദേശി നസീം ഖാൻ എന്നിവരെയാണ് ചാലക്കുടി 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും കൊരട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 6 ദിവസത്തേക്കാണ് കൊരട്ടി പോലീസിന് വിട്ടു നൽകിയത്. കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയ പ്രതികളുമായ അന്വേഷണ സംഘം വിവിധ കേന്ദ്രങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ഈ കേസിൽ അറസ്റ്റിലായ രാജസ്ഥാൻ സ്വദേശി പപ്പി സിംഗ് മറ്റൊരു മോഷണ കേസുമായി ബന്ധപ്പെട്ട തീഹാർ ജയിലിലാണ്. 3 പ്രതികളെ കൂടി ഇനിയും പിടികൂടാനുണ്ട്. കൊരട്ടിയിലെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ATM കൗണ്ടർ പൊളിച്ച് 10.5 ലക്ഷം രൂപയാണ് പ്രതികൾ കവർന്നത്.
വെലുപാടം വനഗവേഷണ കേന്ദ്രത്തിൽ നിന്നും ചന്ദനമരം മുറിച്ചു കടത്തുന്നതിനിടെ ഒരാളെ വനപാലകർ പിടികൂടി. 3 പേർ ഓടി രക്ഷപ്പെട്ടു. തമിഴ്നാട് തിരുവണ്ണാമലൈ സ്വദേശി രമേശിനെയാണ് പിടികൂടിയത്. വനപാലകരുടെ പരിശോധനയ്ക്കിടെയാണ് ചന്ദനമരം മുറിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. 27 കിലോ വെട്ടിയൊരുക്കിയ ചന്ദനമുട്ടികൾ കണ്ടെടുത്തു. വെലുപാടം മേഖലയിൽ നിന്നായി 15ഓളം ചന്ദനമരങ്ങൾ മുറിച്ചിട്ടുള്ളതായി വനപാലകർ പറഞ്ഞു. ചന്ദനമരങ്ങൾ മുറിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെടുത്തു. ഓടി രക്ഷപ്പെട്ട മറ്റ് 3 പേരും തമിഴ്നാട് സ്വദേശികളാണെന്ന് വനപാലകർ പറഞ്ഞു. ഇവർക്കായുള്ള തെരച്ചിൽ നടത്തിവരികയാണെന്നും വനപാലകർ അറിയിച്ചു. പാലപ്പള്ളി റേഞ്ച് ഓഫീസർ KP പ്രേം ഷമീർ, സെക്ഷൻ ഓഫീസർ PM സീന എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. കുന്നംകുളം താലൂക്കിൽ പട്ടയം നൽകുന്നതിന് പരിഗണിച്ചവരിൽ കൂടുതലും അനർഹരെന്ന് ആരോപണം. AIYF കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പട്ടയ വിതരണത്തിന് അർഹരെന്ന് കണ്ടെത്തിയവരിൽ പലരും തൃശൂർ ജില്ലയിലും സമീപ ജില്ലകളിലും കെട്ടിടങ്ങളും വരുമാനവുമുള്ള കൃഷിസ്ഥലങ്ങളും സ്വന്തമായുള്ളവരാണ്. ഇത് സംബന്ധിച്ചുള്ള രേഖകൾ തൃശൂർ RDOയ്ക്ക് നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കുന്നംകുളം താലൂക്ക് ഓഫീസിൽ അർഹരുടെ പട്ടിക തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർ ചില ഉന്നത വ്യക്തികളുടെ താൽപര്യങ്ങൾക്ക് വിധേയമായാണ് പ്രവർത്തിച്ചത്. ഇതാണ് വൻ ക്രമക്കേടിന് ഇടയാക്കിയത്. ഇത്തരത്തിലുള്ള ലിസ്റ്റ് രൂപപ്പെട്ടതിന് പിറകിൽ വൻ അഴിമതി നടന്നിട്ടുള്ളതായും സ്പെഷ്യൽ ടീം അന്വേഷണം നടത്തിയാൽ പിഴവുകൾ ബോധ്യപ്പെടുമെന്നും AIYF മണ്ഡലം സെക്രട്ടറി നിതിൻ സോജൻ തൃശൂർ RDOയ്ക്ക് നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ പേരിൽ സംസ്ഥാനത്ത് നിന്നും പണം ഈടാക്കുന്ന കേന്ദ്ര സർക്കാർ ദുരിതബാധിതരെ കൊള്ളയടിക്കുകയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. C. അച്യുതമേനോൻ ഭവന പദ്ധതിയുടെ ഭാഗമായി CPI കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമല വിഷയത്തിൽ സംസ്ഥാന സർക്കാർ നിയമത്തിന്റെ വഴിയാണ് സ്വീകരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അധ്യക്ഷത വഹിച്ചു. ET ടൈസൺ MLA, AITC സംസ്ഥാന സെക്രട്ടറി KP രാജേന്ദ്രൻ, KG ശിവാനന്ദൻ, PV മോഹനൻ എന്നിവർ സംസാരിച്ചു. എടത്തിരുത്തിയിൽ മരം മുറിക്കുന്നതിനിടെ മരത്തിൽ നിന്ന് വീണ് തൊഴിലാളി മരിച്ചു. മണലൂർ പാലാഴി സ്വദേശി ചൂരക്കാട്ട് വീട്ടിൽ ചന്തുവിന്റെ മകൻ 56 വയസ്സുള്ള സഹദേവനാണ് മരിച്ചത്. കുട്ടമംഗലത്ത് മരം മുറിക്കുന്നതിനിടെയാണ് സംഭവം. കരാഞ്ചിറയിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കയ്പമംഗലം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പരിയാരത്ത് വീടിനകത്ത് തൂങ്ങി മരിച്ച ദമ്പതികളുടെ മൃതദേഹങ്ങൾ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ പരിയാരം സെന്റ് ജോർജ് പള്ളിയിൽ സംസ്കരിച്ചു. പരിയാരം പഞ്ചായത്ത് മുൻ അംഗം തേരങ്ങാടൻ സിനി, ഭർത്താവ് ബാബു എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കമ്മളത്തെ വീട്ടിലെത്തിച്ച മൃതദേഹങ്ങളിൽ നൂറുകണക്കിന് ആളുകൾ അന്ത്യോപചാരം അർപ്പിച്ചു. മൾട്ടി ഫിനാൻസിംഗ് കമ്പനിയുടെ ഏജന്റായി പ്രവർത്തിച്ച സിനിക്ക് വലിയ തോതിൽ കടബാധ്യത ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. മീൻ കച്ചവടക്കാരനായ ബാബുവിനും വൻ തുകകളുടെ ബാധ്യത വന്നു. വീടും സ്ഥലവും വിൽക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഇരുവരും ആത്മഹത്യ ചെയ്യാൻ കാരണമായതെന്ന് നാട്ടുകാർ പറഞ്ഞു. വടക്കാഞ്ചേരി മേഖലയിൽ സർക്കാർ ഓഫീസുകളടക്കം 6 ഇടങ്ങളിൽ മോഷണം. വടക്കാഞ്ചേരി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, വില്ലേജ് ഓഫീസ്, കുടുംബശ്രീ വനിതാ ക്യാന്റീൻ, ആനപ്പറമ്പ് അംഗൻവാടി എന്നിവിടങ്ങളാണ് മോഷണശ്രമം നടന്നത്. സ്കൂളിന്റെ ഓഫീസിന്റെ കമ്പ്യൂട്ടർ ലാബിന്റെയും പൂട്ടുകൾ തകർത്തു. ക്യാന്റീനിൽ നിന്ന് ഭക്ഷണ പദാർത്ഥങ്ങൾ മോഷ്ടാക്കൾ എടുത്തുകൊണ്ടുപോയി. 140 രൂപയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ASIമാരായ ബാബു, മുനിദാസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. വെള്ളിക്കുളങ്ങരയുടെ ഇന്നലകളെ വരും തലമുറകൾക്കായി അടയാളപ്പെടുത്തുന്ന ഡോക്യുമെന്ററി അണിയറയിൽ ഒരുങ്ങുന്നു. AM സുധീറിന്റെ നേതൃത്വത്തിലാണ് ഡോക്യുമെന്ററി തയ്യാറാക്കുന്നത്. തമിഴ്നാട് അതിർത്തി വരെ നീണ്ടുകിടക്കുന്ന വെള്ളിക്കുളങ്ങര മലയോര മേഖല പാരിസ്ഥിതികവും ചരിത്രപരവുമായ ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ പ്രദേശങ്ങളാണ്. ചരിത്രസ്മൃതിയിൽ വെള്ളിക്കുളങ്ങര എന്ന പേരിൽ തയ്യാറാക്കുന്ന ഡോക്യുമെന്ററി വെള്ളിക്കുളങ്ങരയുടെ ചരിത്രം തേടുകയാണ്. 1.25 നൂറ്റാണ്ട് മുമ്പ് ചാലക്കുടിയിൽ നിന്ന് പറമ്പിക്കുളത്തേക്ക് നിർമ്മിക്കപ്പെട്ട കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേ എന്ന കാട്ടിലെ തീവണ്ടിപ്പാതയുടെ ശേഷിപ്പുകളും കൗതുകങ്ങളും പുതിയ തലമുറയ്ക്ക് പറഞ്ഞുകൊടുക്കുന്നതിനൊപ്പം വെള്ളിക്കുളങ്ങരയുടെ സാമൂഹികവും സാംസ്കാരികവുമായ മുന്നേറ്റങ്ങളെ അടയാളപ്പെടുത്തുക കൂടിയാണ് ഈ ഡോക്യുമെന്ററി. വെള്ളിക്കുളങ്ങര ലോക ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ച ചില സ്മരണകളുള്ള പ്രദേശമാണ്. ലോകത്തിലെ ആദ്യത്തെ ഇൻക്ലയർ സംവിധാനത്തിലൂടെ ട്രെയിൻ സർവീസ് നടത്തിയ ഒരു ചരിത്രം വെള്ളിക്കുളങ്ങരയ്ക്കുണ്ട്. അതുമാത്രമല്ല, ഈ വെള്ളിക്കുളങ്ങര പ്രാന്തപ്രദേശങ്ങളിലും ഒരുപാട് ചരിത്രങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ട്. അത്തരം ചരിത്രങ്ങളെല്ലാം നമ്മൾ ഇനി ഒരു പുതിയ തലമുറയ്ക്ക് കൈമാറുക എന്നൊരു ഉദ്ദേശം കൂടിയാണ് ഈ ഡോക്യുമെന്ററിയുടെ ഉദ്ദേശം. ട്രാംവേയുടെ ഭാഗമായി വെള്ളിക്കുളങ്ങരയിലും പരിസരങ്ങളിലും ഇന്നും കാണപ്പെടുന്ന പാലങ്ങൾ, പഴയ കെട്ടിടങ്ങൾ, ട്രാംവേ ജീവനക്കാരായിരുന്നവരുടെ ഓർമ്മകൾ എന്നിവയെല്ലാം
ഉൾക്കൊള്ളിച്ചാണ് ഡോക്യുമെന്ററി തയ്യാറാക്കുന്നത്. ഇക്കോ ടൂറിസത്തിന് സാധ്യതയുള്ള കോഴിമുട്ടപ്പാറ, ചൊക്കന, കാരിക്കടവ്, നാഗത്താൻപാറ പ്രദേശങ്ങളും വെള്ളിക്കുളങ്ങരയിലെ പൊതുസ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ എന്നിവയും ഡോക്യുമെന്ററിയിൽ ഇടം പിടിക്കും. നൌഷാദ് മുരുക്കുങ്ങലാണ് ഡോക്യുമെന്ററിയുടെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. യദുകൃഷ്ണൻ, സൈറ്റ് കൃഷ്ണൻകുട്ടി, ഡിനോ, സുദേവ്, സുധി എന്നീ അണിയറ പ്രവർത്തകർക്കൊപ്പം പഞ്ചായത്ത് അംഗം ജോയ് കാവുങ്ങൽ, മാധ്യമപ്രവർത്തകൻ ലോനപ്പൻ കടമ്പോട് എന്നിവരും ഈ സംരംഭത്തിൽ പങ്കാളികളാണ്. ഡോക്യുമെന്ററി ചിത്രീകരണത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഡിസംബർ ആദ്യവാരത്തിൽ മന്ത്രി VS സുനിൽകുമാർ നിർവഹിക്കും. TCV ന്യൂസ്, കൊടകര. വൈദ്യുതി വകുപ്പ് ജീവനക്കാരന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടയുകയും മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ മധ്യവയസ്കനെ പാവർട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഏനാമാവ് കോഞ്ചിറ സ്വദേശി താണിക്കൽ വീട്ടിൽ ജോസഫിനെയാണ് SI അനിൽകുമാർ മേപ്പിളിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഔദ്യോഗിക ജോലിയുടെ ഭാഗമായി വൈദ്യുതി കൺസ്യൂമർ നമ്പർ നോക്കുന്നതിനായി പ്രതിയുടെ വീട്ടിലെത്തിയ വെങ്കിടങ്ങ് ഇലക്ട്രിസിറ്റി സെക്ഷനിലെ ലൈൻമാൻ കണ്ടശാങ്കടവ് സ്വദേശി തായാട്ട് വീട്ടിൽ സുരേഷിനെ മർദ്ദിച്ച സംഭവത്തിലാണ് അറസ്റ്റ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇടവേള. വാർത്തയിലേക്ക്. യുവതിയെ അപമാനിക്കാൻ ശ്രമിച്ച കേസിൽ പിടികിട്ടാപ്പുള്ളിയായ പ്രതിയെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ചെമ്മണ്ട സ്വദേശി നാഗത്ത് വീട്ടിൽ ഗോപു എന്ന ഗോപകുമാറാണ് അറസ്റ്റിലായത്. 2012 കാറളം കിഴുത്താണിയിൽ വഴിയിൽ വെച്ച് ഒരു പെൺകുട്ടിയെ അപമാനിക്കാൻ ശ്രമിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി ഒളിവിൽ പോകുകയായിരുന്നു. പഞ്ചായത്ത് അംഗത്തിനെതിരെ സാമ്പത്തിക തട്ടിപ്പ് ആരോപിച്ച് കടവലൂർ പഞ്ചായത്തിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയിരുന്ന കുടുംബത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സ്ത്രീയും കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിന്റെ സുരക്ഷ കണക്കിലെടുത്താണ് താൽക്കാലികമായി കസ്റ്റഡിയിലെടുത്തതെന്നും ഇവരെ പിന്നീട് വിട്ടയക്കുമെന്നും പോലീസ് പറഞ്ഞു. 6-ാം വാർഡ് പാതാക്കര കൊള്ളന്നൂർ വീട്ടിൽ ബിന്നിയെയും കുടുംബത്തെയുമാണ് കസ്റ്റഡിയിലെടുത്തത്. പഞ്ചായത്തിന് മുന്നിൽ കുത്തിയിരിക്കുന്ന കുടുംബത്തെ വോട്ടെണ്ണുന്നതിനായി എത്തുന്ന പ്രവർത്തകർ ആക്രമിച്ചേക്കുമെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് CI KG സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവരെ സ്റ്റേഷനിലേക്ക് മാറ്റിയത്. ലീഡർ K കരുണാകരനടക്കം നിരവധി പ്രമുഖർക്ക് വെച്ചുവിളമ്പിയ സ്വാമി ഓർമ്മയായി. 93-ാം വയസ്സിലും പാചകകലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചാണ് സ്വാമിയുടെ ജീവിതം കടന്നുപോയത്. സ്വാമി എന്ന പേരിൽ മാത്രം നേതാക്കൾക്കിടയിൽ അറിയപ്പെട്ടിരുന്ന വടമ സ്വദേശിയായ ആലേക്കാട്ട് അനന്തപത്മനാഭൻ വെച്ചു വിളമ്പി നൽകാത്ത പഴയകാല രാഷ്ട്രീയ നേതാക്കളും സിനിമാ താരങ്ങളും വിരളമായിരുന്നു. സ്വാമിയുടെ കൈപുണ്യം ഒരു കാലത്ത് നിരവധി പേരുടെ ആരോഗ്യത്തിന്റെ രഹസ്യമായിരുന്നു. ലീഡർ K കരുണാകരൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ 1985-ലാണ് കന്റോൺമെന്റ് ഹൌസിൽ പാചകക്കാരനായി സ്വാമി എത്തുന്നത്. 1962 മുതൽ തിരുവനന്തപുരം നെയ്യാർ ഡാം ക്യാന്റീനിൽ ജോലി ചെയ്തിരുന്നു. ഈ കാലയളവിലാണ് AKG പ്രേംനസീർ, EMS, C അച്യുതമേനോൻ, KR ഗൗരിയമ്മ തുടങ്ങിയ പ്രമുഖർക്ക് വേണ്ടി ഭക്ഷണമൊരുക്കി വിളമ്പിയിട്ടുള്ളത്. ഇക്കാലത്ത് രാജകൊട്ടാരത്തിലെ മാർത്താണ്ഡവർമ്മ, ഗോദവർമ്മ തമ്പുരാൻ, കാർത്തിക തിരുനാൾ എന്നിവർക്കും ഭക്ഷണം തയ്യാറാക്കി നൽകിയിരുന്നു. സ്വാമി തയ്യാറാക്കുന്ന മോര് കാച്ചിയതും ഇലക്കറികളും പപ്പായ ജ്യൂസും ആയിരുന്നു ലീഡർക്ക് ഏറെ പ്രിയപ്പെട്ടത്. രാത്രി സ്വാമി തയ്യാറാക്കി നൽകുന്ന ആട്ടിൻപാൽ ചേർത്ത കഷായക്കഞ്ഞിയാണ് ലീഡർക്ക് ഏറെ ഇഷ്ടമുണ്ടായിരുന്നത്. ജോലി വിട്ട് നാട്ടിലേക്ക് വന്നപ്പോൾ കൂടെ കൊണ്ടുവന്ന ഏക സമ്പാദ്യമായ ലീഡറുടെ ഫോട്ടോ സ്വാമി ജീവിതാവസാനം വരെ നിധി പോലെ സൂക്ഷിച്ചിരുന്നു. ആന്ധ്രയിൽ പൊതുമരാമത്ത് ക്യാന്റീനിൽ ജോലി ചെയ്യുമ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് ഭക്ഷണം ഒരുക്കാനുള്ള ഭാഗ്യവും സ്വാമിക്ക് ലഭിച്ചിരുന്നു. ജോലിക്കിടയിൽ തന്നെ ഏതാനും സിനിമകളിലും സ്വാമി അഭിനയിച്ചു. 93-ാം വയസ്സുവരെ പാചകകലയിലെ രുചിക്കൂട്ടുകൾ ഒരുക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയാണ് സ്വാമി വിടവാങ്ങിയത്. തുടർച്ചയായി 51 വർഷം ശബരിമലയ്ക്ക് പോയിട്ടുള്ള സ്വാമിയുടെ മറക്കാനാവാത്ത അനുഭവം ലീഡർക്കൊപ്പം നടന്നുപോയതായിരുന്നു. ലീഡർ അടക്കമുള്ള നേതാക്കളുമായുള്ള ബന്ധങ്ങൾ തനിക്കും മക്കൾക്കും വേണ്ടി നേട്ടങ്ങൾക്ക് ഉപയോഗിക്കാതെ സ്വാമി ആദർശത്തിന്റെ ആൾരൂപമായി വടമയിലെ വീട്ടിൽ പാചകകലയിൽ പുതിയ രുചിഭേദങ്ങൾക്കൊപ്പം ഒതുങ്ങിക്കൂടിയാണ് മണ്ണിലേക്ക് മടങ്ങിയത്. TCV മാള. മുല്ലശ്ശേരി പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന് സമീപം ടാർ വീപ്പിൽ കുടുങ്ങിയ അണലിപ്പാമ്പിനെ നാട്ടുകാരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് രക്ഷപ്പെടുത്തി. 2 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ടാറിൽ ഒട്ടിപ്പിടിച്ച അണലിപ്പാമ്പിനെ രക്ഷിക്കാനായത്. ബസ് സ്റ്റാൻഡിലെ ഓട്ടോ, ടാക്സി ഡ്രൈവർമാരാണ് വനം വകുപ്പ് അധികൃതരെ അറിയിച്ചത്. ടാർ വീപ്പ് ഇരുമ്പ് കട്ടർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കിയിട്ടും ടാറിൽ ഒട്ടിപ്പിടിച്ച പാമ്പിനെ പുറത്തെടുക്കാനായില്ല. പിന്നീട് എണ്ണയൊഴിച്ച് ടാറിൽ നിന്നും അടർത്തിയെടുക്കുകയായിരുന്നു. പാമ്പിന് പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം വനത്തിൽ തുറന്നുവിടുമെന്ന് അധികൃതർ വ്യക്തമാക്കി.
മറ്റത്തൂർ പഞ്ചായത്തിലെ കൊടുങ്ങ പാടശേഖരത്തിലേക്ക് കാർഷിക ഉപകരണങ്ങൾ കൊണ്ടുപോകുന്നതിനായി നിർമ്മിച്ച റാമ്പ് തകർന്നത് പുനർനിർമ്മിച്ചില്ലെന്ന് പരാതി. വെളിക്കുളം വലിയ തോടിന് കുറുകെയുള്ള കൊടുങ്ങ പാലത്തിനോട് ചേർന്ന് നിർമ്മിച്ച റാമ്പാണ് ഏതാനും വർഷം മുൻപ് തകർന്നത്. കോൺക്രീറ്റ് അടർന്ന് കുഴികൾ രൂപപ്പെട്ടതിനാൽ കർഷകർക്ക് റാമ്പിലൂടെ നടക്കുന്നതിനും ടില്ലർ ഉൾപ്പെടെയുള്ള കാർഷികോപകരണങ്ങൾ കൊണ്ടുപോകുന്നതിനും പ്രതിസന്ധിയായിട്ടുണ്ട്. എത്രയും വേഗം തകർന്ന റാമ്പ് പുനർനിർമ്മിക്കാൻ നടപടിയുണ്ടാകണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം സംഘഗാനത്തിൽ ഒന്നാം സ്ഥാനം നേടാനായതിന്റെ ആഹ്ലാദത്തിലാണ് പാവറട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ. തൃശൂർ സ്കൗട്ട് ഹാളിൽ അരങ്ങേറിയ വാശിയേറിയ സംഘഗാന മത്സരത്തിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചാണ് പാവറട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറിയിലെ വിദ്യാർത്ഥികൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത്. ഇല്ലം നിറ വല്ലം നിറ പത്തായം നിറനിറയോ എന്ന ഗാനമാണ് ഇവർ ശ്രുതിമധുരമായി ആലപിച്ച് കയ്യടി നേടിയത്. അർജുൻ രാജീവ്, റിനോൾ ജോസ്, വിമൽ കെ വിനോയ്, കെ എസ് ശാരിക, പി ഡി മാളവിക, എ എം അശ്വതി, വിവ ജയ്സൺ എന്നിവരടങ്ങുന്ന ടീമാണ് സംഘഗാന മത്സരത്തിൽ വിജയികളായത്. സംഘഗാന മത്സരത്തിലെ ടീമംഗം കൂടിയായ വിവ ജയ്സന് കന്നഡ പദ്യം ചൊല്ലലിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് സ്കൂളിന് ഇരട്ട നേട്ടമായി. കന്നഡ മഹാകവി രാഘവാങ്കനയുടെ സത്യഹരിശ്ചന്ദ്ര എന്ന കവിതയാണ് വിവയ്ക്ക് ഒന്നാം സ്ഥാനം നേടിക്കൊടുത്തത്. സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയും മറ്റം ചിർമൽ ജെയ്സൺ സജി ദമ്പതികളുടെ മകളുമാണ് വിവ. ജില്ലയിൽ കുറിച്ച മികച്ച നേട്ടം ആലപ്പുഴയിൽ നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിലും ആവർത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് പാവറട്ടി സെന്റ് ജോസഫിലെ കലാകാരന്മാരും കലാകാരികളും. TCV ന്യൂസ്, പാവറട്ടി. തൃപ്രയർ ഏകാദശിയോടനുബന്ധിച്ച് നടക്കുന്ന സംഗീതോത്സവം 2 ദിവസം പിന്നിട്ടു. 3 ദിവസങ്ങളായി നടക്കുന്ന സംഗീതോത്സവത്തിൽ 100-ലേറെ പേരാണ് പങ്കെടുക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് സംഗീതോത്സവത്തിന് ശേഷം നൃത്തോത്സവം അരങ്ങേറി. കൂർക്കഞ്ചേരി സോപാനം നൃത്ത സംഗീത വിദ്യാലയത്തിലെ കുട്ടികളാണ് നൃത്തോത്സവത്തിൽ പങ്കെടുത്തത്. തുടർന്ന് ചാവക്കാട് മാരാർ ക്ഷേമസഭ അവതരിപ്പിച്ച കേളി തരംഗത്തിന് ശേഷം തിരുവാതിരക്കളി അരങ്ങേറി. മണലൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന സെമിനാർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജി ശശി ഉദ്ഘാടനം ചെയ്തു. കൃഷിക്കും നീന്തൽക്കുളം, മാലിന്യ സംസ്കരണം, കുടിവെള്ള വിതരണം എന്നീ മേഖലകൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പദ്ധതികളാണ് സെമിനാറിൽ അവതരിപ്പിച്ചത്. 79 വീടുകൾ ലൈഫ് പദ്ധതിയിലൂടെ നിർമ്മിക്കും. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈനി ദിനേശൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു ശിവദാസ്, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേനുജ പ്രതാപൻ തുടങ്ങിയവർ സംസാരിച്ചു. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യൂട്യൂബ് ചാനൽ പ്രവർത്തനം ആരംഭിച്ചു. വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിദ്യാർത്ഥികളാണ് സെന്റ് ജോസഫ് ബീറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിന്റെ മുൻനിരയിലും അണിയറയിലും പ്രവർത്തിക്കുന്നത്. പ്രാഥമിക ഘട്ടത്തിൽ അധ്യാപകരുടെ സഹായവും മാർഗനിർദ്ദേശങ്ങളും ഉണ്ടാകും. വിദ്യാർത്ഥികളുടെ കഴിവും അറിവും മികവും പ്രവർത്തനക്ഷമതയുമെല്ലാം വളർത്തിയെടുക്കുകയാണ് ലക്ഷ്യം. പഠനമേഖലയിൽ നിന്നും വിദ്യാലയ സംബന്ധമായതും വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാകുന്നതുമായ പരിപാടികളാണ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. വാർത്തയും ഡോക്യുമെന്ററിയുമാണ് ആദ്യഘട്ടത്തിൽ പ്രേക്ഷകരിലെത്തുക എന്ന് അധികൃതർ പറഞ്ഞു. കുട്ടികളുടെ വാർത്തകളുണ്ട്, ഡോക്യുമെന്ററികളുണ്ട്. ഇതെല്ലാം പൂർണ്ണമായും കുട്ടികൾ തന്നെ തയ്യാറാക്കിയതാണ്. നമ്മുടെ കുട്ടികൾ അഭിനയിച്ച് നമ്മുടെ ചില ടീച്ചേഴ്സിന്റെ സഹായത്തോടെ അതിന്റെ രചനയും സംവിധാനവും എല്ലാം ക്യാമറയും ഒക്കെ ഈ സ്കൂളിൽ മാത്രം ഒതുക്കിക്കൊണ്ടുള്ള ഒരു ആഡായിരുന്നു അത്. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാൻ ഓരോ വിഭാഗത്തിലും പ്രത്യേകം കോർഡിനേറ്റർമാരുണ്ട്. സാങ്കേതിക സഹായങ്ങൾ നൽകാനും അധ്യാപകരുണ്ട്.
മലയാളത്തോടൊപ്പം ഇംഗ്ലീഷിലും വാർത്തകളുണ്ടായിരിക്കും. പൊതുവിദ്യാഭ്യാസ അധികൃതർ ഏറെ താൽപര്യത്തോടെയാണ് സ്കൂളിന്റെ യൂട്യൂബ് ചാനലിനെ നോക്കിക്കാണുന്നതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. വെള്ളിയാഴ്ച നടന്ന ചടങ്ങിൽ ഇ.ടി. ടൈസൺ എം.എൽ.എ യൂട്യൂബ് ചാനലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പി.ടി. അംഗം അനിൽ കിള്ളിക്കുളങ്ങര അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആബിദ് അലി, സ്കൂൾ മാനേജർ ഫാദർ ജോഷി കല്ലറയ്ക്കൽ, മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ.ജി. സുരേന്ദ്രൻ, പ്രധാനാധ്യാപകൻ വി.കെ. മുജീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു. TCV ന്യൂസ്, കയ്പമംഗലം. സ്വത്ത് തർക്കത്തെ തുടർന്ന് അരിപ്പാലത്ത് അമ്മയും മകളെയും മർദ്ദിച്ച് വീട്ടിൽ നിന്നും ഇറക്കിവിട്ടതായി പരാതി. അരിപ്പാലം നടുവത്തുപറമ്പിൽ ശോഭയെയും 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മകളെയുമാണ് മർദ്ദിച്ച് വീട്ടിൽ നിന്നും ഇറക്കിവിട്ടത്. ഏതാനും മാസം മുൻപ് ഭർത്താവ് ഇവരെ ഉപേക്ഷിച്ചു പോയതായി പറയുന്നു. മർദ്ദനമേറ്റ ശോഭ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. പ്രായപൂർത്തിയാകാത്ത മകളെയും കൊണ്ട് പോകാൻ ഇടമില്ലാതെ വലയുകയാണ് ശോഭ. ഊരകം കൊറ്റംകുളം അമ്പലത്തിന് സമീപം തണ്ണീർത്തട നിയമം ലംഘിച്ചു നടത്തിയ നിർമ്മാണ പ്രവർത്തനം ചേർപ്പ് പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ പൊളിച്ചു നീക്കി. നിർമ്മാണം നിർത്തിവെക്കാൻ പലതവണ പഞ്ചായത്ത് ആവശ്യപ്പെട്ടിട്ടും അവധി ദിവസങ്ങളിൽ പണി തുടരുകയായിരുന്നു. വാർഡ് മെമ്പർ KR സിദ്ധാർത്ഥൻ, പഞ്ചായത്ത് സെക്രട്ടറി ഹരികുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പൊളിച്ചു നീക്കിയത്. വടക്കാഞ്ചേരി മങ്ങാട് വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ വഴിയോരത്ത് സംസാരിച്ചു നിന്നിരുന്ന യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിക്ക് 5 വർഷം കഠിന തടവും 10,000 രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചു. പിഴയടച്ചില്ലെങ്കിൽ 6 മാസം അധിക തടവും അനുഭവിക്കണം. ചിറ്റണ്ട പടിഞ്ഞാറ്റുമുറി കാക്കോത്ത് വീട്ടിൽ 42 വയസ്സുള്ള മനോജിനെയാണ് തൃശൂർ 2ാം അഡീഷണൽ അസിസ്റ്റന്റ് സെഷൻ ജഡ്ജി സി മുജീബ് റഹ്മാൻ ശിക്ഷിച്ചത്. 2013 ഓഗസ്റ്റിലാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ ജോൺസൺ ടി തോമസ്, അഭിഭാഷകരായ MP ഷിജു, ഹരിപ്രിയ ഹരിദാസ് എന്നിവർ ഹാജരായി. 6 പതിറ്റാണ്ടുകാലം പൊതുപ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്ന VK കുമാരന്റെ പേരിൽ സാംസ്കാരിക നിലയം ഒരുങ്ങുന്നു. ചന്ദ്രാപ്പിനി ഗവൺമെന്റ് LP സ്കൂളിനോട് അനുബന്ധിച്ചാണ് സാംസ്കാരിക നിലയം നിർമ്മിക്കുന്നത്. സാംസ്കാരിക നിലയവും എഡ്യൂക്കേഷൻ സെന്ററും ഡിസംബർ 5-ന് ഇന്നസെന്റ് MP ഉദ്ഘാടനം ചെയ്യും. കൊടകര ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തും ചേർന്ന് 2017-18 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് മുച്ചക്ര വാഹനങ്ങളും ഉപകരണങ്ങളും വിതരണം ചെയ്തു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് PR പ്രസാദൻ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിലാസിനി ശശി അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EL പാപ്പച്ചൻ, ICDS സൂപ്പർവൈസർ MH രജിക, പഞ്ചായത്ത് സെക്രട്ടറി G സബിത എന്നിവർ സംസാരിച്ചു. ആദൂർ മഹാത്മ LP സ്കൂളിൽ ശാസ്ത്രമേള സംഘടിപ്പിച്ചു. പഞ്ചായത്ത് മെമ്പർ ബബിത രവി ശാസ്ത്രമേള ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക PT സോഫി അധ്യക്ഷത വഹിച്ചു. ശാസ്ത്ര തത്വങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ലഘു പരീക്ഷണങ്ങളും ഉൽപ്പന്നങ്ങളും പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. തപസ്യ കലാ സാഹിത്യവേദി സംഘടിപ്പിച്ച സ്വാമി വിവേകാനന്ദ സ്മൃതി യാത്രയ്ക്ക് കൊടുങ്ങല്ലൂരിൽ സ്വീകരണം നൽകി. ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിന് തെക്കേ നടയിൽ നൽകിയ സ്വീകരണ യോഗം ഡോക്ടർ M ലക്ഷ്മികുമാരി ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് വിക്ടോറിയ കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ TN സരസു അധ്യക്ഷത വഹിച്ചു. സ്വാമി വിവേകാനന്ദൻ കൊടുങ്ങല്ലൂരിലെത്തിയപ്പോൾ വിശ്രമിച്ച ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രാങ്കണത്തിലെ ആൽത്തറയ്ക്ക് മുന്നിലാണ് സ്വീകരണ പരിപാടി നടന്നത്. തപസ്യ കലാസാഹിത്യവേദി സംസ്ഥാന സംഘടനാ സെക്രട്ടറി P ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറി CC സുരേഷ്, T സുന്ദരേശൻ മാസ്റ്റർ, ശ്രീജിത്ത് പുത്തേഴത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സ്വാമി വിവേകാനന്ദന്റെ കൊടുങ്ങല്ലൂർ സന്ദർശനത്തിന്റെ അവതരണവും നടന്നു. തഴപ്പായി തൊഴിലാളി യൂണിയൻ AITC ജില്ലാ സമ്മേളനം ശ്രീനാരായണപുരത്ത് നടന്നു. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് KG ശിവാനന്ദൻ അധ്യക്ഷത വഹിച്ചു. AITC സംസ്ഥാന സെക്രട്ടറി KP രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ET ടൈസൺ MLA, CP എലിസബത്ത്, MA അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. കടങ്ങോട് കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. പാറപ്പുറം കളപ്പുറത്ത് അയ്യപ്പൻകാവ് സന്നിധിയിൽ നിന്നും ഉടുക്കുപാട്ടിന്റെയും താലത്തിന്റെയും അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടന്നു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് PT സുരേന്ദ്രൻ, ഭാരവാഹികളായ V ഭാസ്കരൻ, ഉമേഷ് കൊടമന, K മുരളി, PV പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. സെന്റർ ഓഫ് കേരള കമ്മീഷൻ ഏജന്റ്സ് അസോസിയേഷൻ നാട്ടിക മേഖലാ പ്രവർത്തക യോഗം വലപ്പാട് നടന്നു. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി VK അറുമുഖൻ യോഗം ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് PM മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK അഷ്റഫ്, KM ഉമ്മർ, PV സത്യൻ, PC റഷീദ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ജില്ലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFന് സമ്പൂർണ്ണ വിജയം. പള്ളത്ത് BJPയുടെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തത് ഇടതിന് ഇരട്ടി നേട്ടം. പവർട്ടി പഞ്ചായത്തിന്റെ തീരദേശ മേഖലയിൽ ശുദ്ധജലക്ഷാമം രൂക്ഷമായി. പുഴയിൽ നിന്ന് ഉപ്പുവെള്ളം കയറാതിരിക്കാനുള്ള സ്ലൂയിസുകൾ അടയ്ക്കാത്തതാണ് പ്രതിസന്ധിയായത്. തീരമേഖലയുടെ സ്വന്തം വിളയായ പൊട്ടുവെള്ളരി ദേശസൂചക സംരക്ഷണ പദവിയിലേക്ക്. കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി എന്ന പേരിൽ തനത് ജൈവ ബ്രാൻഡ് ഒരുക്കാനുള്ള ഉദ്യമങ്ങൾക്ക് തുടക്കമായി. കടങ്ങോട് മണ്ടംപറമ്പ് മേഖലയിൽ കുരങ്ങന്മാരുടെ ശല്യം രൂക്ഷമായി. കാട് വിട്ടിറങ്ങിയ വാനരന്മാർ നാട്ടുകാരെ വലയ്ക്കുന്നു. പിതാവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ മകന് 7 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും. കടുപ്പശ്ശേരി സ്വദേശി ദീപുവിനെയാണ് ഇരിങ്ങാലക്കുട കോടതി ശിക്ഷിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.